ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീനൂസ് കിച്ചൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായൊരു ചെമ്മീൻ റോസ്റ്റാണ്. ഇത് ഡ്രൈ റോസ്റ്റ് അല്ല, നമ്മൾ കുറച്ചൊരു ഗ്രേവി പോലെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഡ്രൈ ആയിട്ട് എടുക്കുന്നത് അങ്ങനെ എടുക്കാം. നമുക്ക് ഏത് രീതിയിലാണോ നമുക്കിഷ്ടം അതുപോലെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനാദ്യം തന്നെ വേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചെമ്മീനാണ്. നമ്മളിവിടെ 1 കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്തൊരു കറുപ്പ് കളറിലൊരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതും കൂടി ഒന്ന് എടുത്ത് കളഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദനയോ ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് വല്ല കൊളസ്ട്രോളോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഓപ്ഷണലാണ്. കുറച്ച് അധികം ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അത് തേങ്ങയ്ക്ക് ഒരു ഗോൾഡൻ നിറമായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 സവോളയും ഒരു കുറച്ച് ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ഓപ്ഷണലാണ്. നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3 സവോളയായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു 2 സവാള ഒരു 10-15 ഉള്ളിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് നിറം മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണല്ലോ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്, നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ അരച്ച് ചേർക്കണം. അരച്ചോ ചതച്ചോ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കിനി ആ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. നമുക്കിനി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയതായിട്ടൊന്നുകൂടെ നിറം മാറി ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം, ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത് പൊടികളുടെ പച്ചമണം മാറാതെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പച്ച കുത്തലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള തക്കാളി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ അമർത്തണം. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികൾ ചേർത്ത് കൂട്ടത്തിൽ എനിക്ക് പൊതുവേ മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തലും ടേസ്റ്റൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് മല്ലിപ്പൊടി ഞാൻ മിക്ക കറികൾക്ക് ഒഴിവാക്കുന്നത്. നിങ്ങൾക്ക് മല്ലിപ്പൊടി താല്പര്യമുള്ളവരാണ്, നിങ്ങൾ എല്ലാ കറികൾക്കും മല്ലിപ്പൊടി ചേർക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത സമയത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതി ആയിരിക്കണം നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നത്. നമ്മളിപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ആയിട്ട് അതാകുമ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടിയുടെ ആവശ്യമാണ് നമുക്കുള്ളത്. നമുക്ക് മല്ലിപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് അധികം സമയം വഴറ്റണം, എന്നാൽ മാത്രമേ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരത്തുള്ളൂ. ഇപ്പോൾ ഇത് നമ്മുടെ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കി കൊടുക്കാം. പക്ഷേ നമ്മൾ ചെമ്മീനൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കായപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1-2 ഉപയോഗിക്കാം. ഞാനിവിടെ വലിയ തക്കാളിയാണ്, അത് നല്ല പഴുത്തതും ആയതുകൊണ്ടാണ് 1 ഇട്ടിരിക്കുന്നത്. പുളി കുറവുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിലൊക്കെ 2 നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇടണമെന്നില്ല. അപ്പം തക്കാളി ഇടാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. തക്കാളി നിങ്ങൾക്ക് ഒരുപാട് വേവിക്കുന്ന ഇഷ്ടമല്ല, തക്കാളി ഇടയ്ക്ക് കറിയുടെ അകത്ത് കടിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേവിക്കാതെ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും തക്കാളി കുറച്ച് വെന്തുടഞ്ഞ് നമ്മുടെ ഈ സവോളയൊക്കെ ആയിട്ട് ഒന്ന് മിക്സായി വരുമ്പോഴാണ് ആ കറിയുടെ നല്ലൊരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അല്ലാതെ നമ്മുടെ തക്കാളി കഷ്ണങ്ങളായിട്ട് കിടന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റൊന്നും തോന്നത്തില്ല. നമ്മൾ ആ തക്കാളി കടിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കിട്ടുന്നത്. അതേസമയം നമ്മൾ ഉടച്ച് എല്ലാത്തിലും ഒരുപോലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഒരേപോലത്തെ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്യാവുള്ളൂ. ചെമ്മീനൊന്നും ഉടഞ്ഞു പോകാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഈ ചെമ്മീനിൽ നമ്മുടെ ഈ മസാല ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. പതുക്കെ ഒന്ന് ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മാറ്റിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കരുത്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്ത് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമ്മൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ എന്നുള്ള ചാർക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കറി നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഈ ചെമ്മീൻ ഒരു മാക്സിമം 5-6 മിനിറ്റേ നമ്മൾ വേവിക്കാവുള്ളൂ. അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ്റെ ഗുണമൊക്കെ അങ്ങ് പോകും. മാക്സിമം പോയ 5 മിനിറ്റ് അത് മതി. നമ്മൾ ചെമ്മീൻ നന്നായിട്ട് പെട്ടെന്ന് വേകുന്ന ഒരു സീ ഫുഡാണ്. എല്ലാവരുടെ സാധാരണ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഒരുപാട് നേരം വേവിക്കണമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം വേവിച്ചാൽ തന്നെ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെമ്മീൻ നമ്മുടെ റോസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചെമ്മീൻ വളരെ വേവ് കുറഞ്ഞൊരു മീനാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണ്ടതെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഒഴിവാക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ വേവിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മളിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റോസ്റ്റാണ്. പിന്നെ ചെമ്മീൻ കിള്ളി എടുക്കുന്നത് മാത്രമാണ് കുറച്ച് പാടുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ചെറിയ ചെമ്മീനാക്കണമെങ്കിൽ കുറച്ചുകൂടെ പാടായിരിക്കും. കുറച്ച് വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. പിന്നെ കറി തയ്യാറാക്കാൻ വളരെ സിമ്പിളുമാണ്, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയല്ല ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.